തമിഴ്നാട് പൊളിറ്റിക്സിൽ വിജയ് ഒരു സിനിമാക്കാരനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയുള്ളൂ. കഴിഞ്ഞ 6 മാസം മാത്രമായിട്ടേ ഉള്ളൂ ഈ പാർട്ടി വർക്ക് ചെയ്തിട്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു TVKയുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ഫെലിക്സുമായിട്ട്. പിന്നീട് എൻ്റെ രീതിയിൽ ഞാനിത് പറഞ്ഞു. ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന സിനിമ നടൻ കം പൊളിറ്റീഷ്യൻ തമിഴ്നാട്ടിൽ വേവ്സ് ഉണ്ടാക്കും. പല ആൾക്കാർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ചില പോയിൻ്റ് ഉണ്ട്. അതായത് തമിഴ്നാടിൻ്റെ സോഷ്യോ എക്കണോമിക് കൾച്ചർ അത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് വലിയ രീതിയിലാണ് മാറ്റമുണ്ടായത്. അതുമായിട്ട് ചേർന്ന് ഞാൻ പല വീഡിയോകളും ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ശബരിമലയിൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന അതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അത് ഷാർപ്പായിട്ടൊക്കെ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഈ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട സ്പെസിഫിക് പോയിന്റ് ഉണ്ട്. അതായത് വിശ്വാസികളുടെ എണ്ണം കുറയുന്നു. എന്തുകൊണ്ടാണ് ശബരിമല ഹിന്ദു വിശ്വാസികളുടെ എണ്ണം കുറയുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. അതേപോലെ ചെന്നൈ സിറ്റി, തമിഴ്നാട്, അതിനെ അറിയപ്പെടുന്നത് എങ്ങനെ? ടെമ്പിൾ സിറ്റി എന്നാണ്, ടെമ്പിൾ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ചെന്നൈയിൽ എവിടെ പോയാലും ടെമ്പിൾ കാണും ആ സിറ്റിക്കകത്ത്. പക്ഷേ അവിടെ ദ്രാവിഡിയൻ കൾച്ചറുണ്ട് ഭയങ്കരമായിട്ട്. ആ കൾച്ചറിനകത്ത് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ആ കൾച്ചറിനകത്ത് വലിയ രീതിയിലുള്ള ചേഞ്ച്, അതായത് പുതിയ ജനറേഷൻ, അതായത് 10 മുതൽ 18 മുതൽ 45-50 വയസ്സുള്ളവരുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന വലിയ ചേഞ്ച്, ഇത് വളരെ വിസിബിളാണ് തമിഴ്നാട്ടിൽ. അവിടെ ഓട്ടോറിക്ഷ, വണ്ടികൾ, ഇന്നത്തെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ജീസസ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇതെന്തിൻ്റെയാണ് ഈ സോഷ്യോ റിഫോംസ് എന്ന് പറയുന്നത്? ഒരു ക്ലാസിക് ഉദാഹരണം ഞാൻ പറയാം. തമിഴ്നാട് സിറ്റിക്കകത്ത്, അതായത് ചെന്നൈ സിറ്റിക്കകത്ത് 2 രീതിയിലുള്ള സിറ്റി. ഒന്ന് ആ സെൻട്രലായിട്ടുള്ള ചെന്നൈ സിറ്റി, 16 സീറ്റുകളാണ് ആകെയുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ 16 സീറ്റുകൾ. ഈ 16 സീറ്റിനകത്ത് DMKയുടെ കോട്ടയാണ് ഈ പറയുന്ന ചെന്നൈ സിറ്റി. അതെല്ലാവർക്കും അറിയാം. ഈ 16 എണ്ണത്തിൻ്റെ അകത്ത് 14 സീറ്റും വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ TVK ജയിച്ചേക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു? ഇതൊരു സ്പെസിഫിക് ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ DMKയുടെ കോട്ടയ്ക്കകത്ത് 16 സീറ്റിൽ 14 TVK എന്ന് പറഞ്ഞ പുതിയതായിട്ടുണ്ടാക്കിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കൾ ജയിച്ച്? കൊളത്തൂര് MK സ്റ്റാലിൻ മത്സരിച്ച്, ബാബു എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, പഴയ DMKയുടെ നേതാവ്, അയാൾ ഏകദേശം 8000 വോട്ടിന് ഈ പറയുന്ന ആളിനെയും തോൽപ്പിച്ചു, സ്റ്റാലിനെയും തോൽപ്പിച്ചു. ഇനി ചെന്നൈക്ക് പുറത്തുള്ള ബഫർ സോൺ, അതായത് സബർബൻ എന്ന് പറയുന്ന ബഫർ സോൺ, അതെല്ലാം കൂടെ 36 സീറ്റുണ്ട്. നിങ്ങൾ അത് ആദ്യം അതിൻ്റെ അരിത്തമെറ്റിക് അങ്ങ് എടുക്കുക. ഇവിടെ TVK എന്ന് പറയുന്ന ഭയങ്കര രീതിയിൽ അങ്ങ് പോയി. ഇതാണ് ബേസിക്കലി DMKയുടെ വെടി തീർന്നത്. ഈ പോയത് എന്തിനു വേണ്ടിയാണ്? ഈ ചെറുപ്പക്കാരവർ, അതായത് മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന വേവ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ക്രിസ്ത്യൻ വോട്ട്സ് പോളറൈസ് ചെയ്തു. ഇതാണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത്. തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ചേഞ്ചായി, സാമ്പത്തികമുണ്ടായി, നല്ലപോലെ എക്കോണമി ഉണ്ടായി. അവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ രീതിയിൽ ജോലി ചെയ്യുന്നു. ഗ്ലോബൽ കമ്പനികൾ ഏറ്റവും കൂടുതൽ വന്ന് തമിഴ്നാട്ടിൽ. അതായത് അവിടെയുള്ള ചെറുപ്പക്കാരും മുഴുവനും വലിയൊരു ശതമാനം, 60-70% അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസായി. അവരാണ് ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വിജയ് കാണിച്ച വലിയ സംഭവമുണ്ട്, അതിൻ്റെ അത് മനസ്സിലാക്കുക. എലക്ഷൻ സമയത്തും ക്യാമ്പയിൻ സമയത്തും അയാൾ ഒരൊറ്റ അമ്പലത്തിൽ പോയില്ല, എവിടെയും പോയില്ല. അയാൾ പള്ളികളിൽ മാത്രം പോയി, പാസ്റ്റർമാരെ കാണാൻ പോയി, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അങ്ങ് ഭയങ്കര സംഭവമായി മാറി. അതാണ് ഞാൻ പറയുന്നത്, തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റായി ഇലക്ഷനിൽ കൂടെ അവർ കാണിക്കാൻ തുടങ്ങി. ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, ക്രിസ്ത്യൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാകണം. ഇതായിരുന്നു അവിടെ ഈ TVK പറഞ്ഞിരുന്ന മുദ്രാവാക്യം. അതായത് ക്രൈസ്തവർ എടുക്കും. ആദ്യമായിട്ട് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ അവിടെ മുഖ്യമന്ത്രിയാകും. വലിയ ക്യാമ്പയിനാണ് അവർ നടത്തിയത്.
അപ്പോൾ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കി, ഇതൊക്കെ ഞാൻ ഗ്രൗണ്ടിൽ പോയി മനസ്സിലാക്കിയ സംഭവമാണ്. 5-6-7-8 മാസം മുമ്പ് തമിഴ്നാട്ടിൽ പോയി പലയിടത്തും പോയി ഈ പറയുന്ന വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയും DMKയുടെ ആൾക്കാരെ ഒക്കെ കണ്ട് സംസാരിച്ചു. അപ്പം അവരൊക്കെ അസന്നിഗ്ധമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. TVK എന്ന പാർട്ടിയുടെ ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഫാൻ ബേസ്ഡ് എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയാൻ വലിയൊരു ശതമാനം ഈ പറയുന്ന ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇനി വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഇതൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡെപ്തായിട്ട് പിടി കിട്ടുന്നത്. ഏകദേശം 44 റിസർവേഷൻ സീറ്റാണ് തമിഴ്നാട്ടിൽ ടോട്ടൽ ഉള്ളത്. ഈ 44 റിസർവേഷൻ സീറ്റിനകത്ത് ഈ TVK ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ നിർത്തിയത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെയാണ്. പേര് മുരുകനും അതും ഇതും ഒക്കെയാണ്. പക്ഷേ ഇവർ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ളവരാണ്. അതായത് ചർച്ച്, ഈ ഇവാഞ്ചലിക്കൽ ചർച്ച് അങ്ങോട്ട് വർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ വർക്ക് പബ്ലിക്കായിട്ടൊന്നുമല്ല. അവർക്ക് ഹോളും പരിപാടിയും വലിയ ചർച്ചും വലിയ സംഭവം പള്ളികളൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ആൾക്കൂട്ടം നിങ്ങൾ പോയി കാണാം, നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നൈയിലൊക്കെ ചില സൺഡേയിൽ നിങ്ങളെവിടെ ഈ ഓട്ടോറിക്ഷ അവരോടൊക്കെ ചോദിക്കണം എവിടെയാണ് ഈ പെൻറ്റക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന്. നിങ്ങൾ ഞെട്ടിപ്പോകും. പലയിടത്തും പുതിയ പുതിയ ചർച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഷെഡ് കെട്ടി അവിടെ ഞായറാഴ്ച നടക്കുന്ന വർഷിപ്പ് പോയി കാണുക. എത്ര പേരാണ് അവിടെ കൂടുന്നത്? 10, 25,000, 50,000 പേരൊക്കെയാണ് ഓരോ ഭാഗത്തും കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ TVKയുടെ പല കാൻഡിഡേറ്റ്സും ചെന്നൈ സെൻട്രലിലും ചെന്നൈ സിറ്റിയിലും ഒക്കെ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ഭൂരിപക്ഷം 1.25 ലക്ഷമാണ്. ചിന്തിക്കാൻ പറ്റുമോ? 1.25 ലക്ഷം വോട്ട്. TVKയുടെ പല കാൻഡിഡേറ്റ്സിൻ്റെ ഭൂരിപക്ഷം ഹ്യൂജ് മാർജിനാണ് ചെന്നൈക്കകത്ത് കിട്ടിയിരിക്കുന്നത്. അതേപോലെ റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും കൂടുതൽ അത് ബേസിക്കലി അവർ ഈ ദ്രാവിഡിയൻ കൾച്ചറിൻ്റെ അകത്ത് DMKയുടെ കൂടെ നിൽക്കുന്നതാണ്. റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും കൂടുതലും, അതായത് SC ആൻഡ് ST. അവിടെ എന്താ ഏറ്റവും കൂടുതൽ TVKയുടെ ആൾക്കാർ ജയിച്ചത്? ഇവരെല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. ഇതാണ് സംഭവിച്ചത്. അതായത് DMK എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് അവരാകെ നിർത്തിയത് 7-8 ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ. ഈ TVK എന്ന് പറയുന്നത് 35ഓളം പേരെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തി. ക്രിസ്ത്യൻ പേരുള്ളവർ ബാക്കിയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഇതാണ് വർക്കൗട്ട് ചെയ്തത്. റിയാലിറ്റി ഇതാണ് ഉണ്ടായത്. അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ കോസ്റ്റൽ ബെൽറ്റ്, അതേപോലെ തന്നെ സദേൺ തമിഴ്നാട്, ഇവിടെയൊക്കെ മാസീവായിട്ട് ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായത്. മനസ്സിലാക്കുക, തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സിൽ അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഈ DMKക്കാണ്. അവർ വല്ലാത്ത രീതിയിൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു, വലിയ രീതിയിൽ മാസീവായിട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ DMKയുടെ പല നേതാക്കളും ക്രിസ്ത്യൻ ഫേസ് ഉള്ളവരുണ്ട്. അതിനെപ്പോലും ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അതായത് വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ TVKക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മാസീവായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് വിക്ടറി കയറി വരുന്നത്. ഇനി പലയിടത്തും നിങ്ങൾ എടുത്ത് നോക്കിക്കോണം, ഇനി പലയിടത്തും ഈ DMKയും AIADMK ഒക്കെ ജയിച്ചു. നിങ്ങൾ അതിൻ്റെ മാർജിൻ എടുത്ത് നോക്ക്, ഞെട്ടിപ്പോകുന്ന മാർജിനാണ്. 500, 1000, 1500. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് വേണ്ട ഇവരെ. അതാണ് ഞാൻ പറയുന്നത്, ഈ വെരി സൂൺ തമിഴ്നാടെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാസീവ് പോപ്പുലേഷനിലോട്ടങ്ങ് പോവുകയാണ്. കാരണം കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ ഒരു സ്റ്റേറ്റാണ് ഈ പറയുന്ന തമിഴ്നാട്. അതിനെ ആ സംഭവം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ തമിഴ്നാട്ടിൽ ഈ DMK കയറി വരുന്നത്. അവരുടെ സെക്കൻഡ് റിഫോംസ് ആണ് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വലിയ രീതിയിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇതാണുണ്ട്. ഇനി BJPയുമായി ബന്ധപ്പെട്ട് പറയാം. NDA അലയൻസിൻ്റെ പാർട്ട്ണറായിരുന്നു. 27 സീറ്റിലാണ് BJP മത്സരിച്ച് കഴിഞ്ഞത്. ഈ പ്രാവശ്യം തമിഴ്നാട്ടിൽ ഒരു സീറ്റിലേ ജയിച്ചുള്ളൂ. അതായത് നീലഗിരിയുമായി കർണാടകയുടെ ആ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന BJPക്ക് ഒരു സീറ്റ് മാത്രം ലഭിച്ചത്? ഈ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ മത്സരിച്ച് അവർ അടിപടലമാണ് തോറ്റുപോയത്. എന്തുകൊണ്ടാണ് AIADMK ഇത്രമാത്രം പുറകിലോട്ട് പോയത്? ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തേണ്ട ഘടകമെന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞത്, TVK അവിടെ വലിയ സ്വാധീനം ചെലുത്തും. അത് സ്വാധീനം ഒരിക്കൽ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എവിടെ പോയി സ്റ്റാലിൻ വരെ തോറ്റുപോയി. അതേപോലെ മാസീവായിട്ടുള്ള തോൽവിയാണ് കിട്ടിയത്.
എടപ്പാടി പളനിസ്വാമിയുടെ വെടി തീർന്നു. കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ പറയുന്നു BJP ആയിട്ട് സഹകരിക്കുമെന്ന്. TVK എന്ന് പറയുന്ന ഈ പറയുന്ന വിജയ് കൃത്യമായിട്ട് വിജയുടെ പേര് വിജയ് ജോസഫ് എന്ന് തന്നെയാണ്. ആ പേരിൽ തന്നെയാണ് അയാൾ വോട്ട് പിടിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നത്. അവരൊരു കാരണവശാലും BJP ആയിട്ട് സഹകരിക്കത്തില്ല. -BJP ഉള്ള AIDMK ആയിട്ട് സഹകരിക്കും. കാരണം BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ ശ്രമിച്ചത് ഈ വിജയയാണ്. അപകടമാണെങ്കിലും മറ്റുള്ള EDയുടെ പല കേസുകളും ഒക്കെ വെച്ച് വലിയ രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചു. ആ വിജയ് ഒരു കാരണവശാലും ഈ BJP-യുമായിട്ട് അടുക്കത്തില്ല, 100% അടുക്കത്തില്ല. അത് തന്നെയാണ് വരാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സിൽ വിജയ് കൊണ്ടുവരുന്ന ഒരു റിഫോർമേഷനും, അതായത് ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ളൊരു പോക്ക്, അതായത് തമിഴ്നാട് പൊളിറ്റിക്സിൽ DMK AIDMK അതിൻ്റെ വെടിയങ്ങ് തീർക്കും. ഒരു കാര്യം പറയാം, തമിഴ്നാട്ടിലെ വലിയൊരു ഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തത് വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി DMK-ക്കാണ്. അവർ ഈ പറഞ്ഞ AIDMK-ക്ക് ചെയ്തില്ല, പൂർണ്ണമായിട്ട് വോട്ട് ചെയ്ത് DMK-ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോട്ടിൻ്റെ ശതമാനം DMK ഒരു 72 കയറി വന്നത് പലയിടത്തും അവർ നിർണായകമായിരുന്നു. കൃത്യമായിട്ട് പറയാം, തമിഴ്നാട് പൊളിറ്റിക്സിൽ ഈ പറയുന്ന സംഘപരിവാർ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് വിജയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയ് എന്ന് പറയുന്നത്. പരിവാറിനെ AIDMK നാശക്കോടാലിയാക്കി 6 മാസം കൊണ്ടുവന്ന പൊളിറ്റിക്കൽ പാർട്ടി തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ആ രീതിയിലാണ് വിജയ് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയത്തെ മുഴുവനും മാറ്റിമറിച്ചത്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടാതെ, കാരണം അവരുടെ കുടുംബമായിട്ട് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. കരുണാനിധി, സ്റ്റാലിൻ, അയാളുടെ മോൾ, അയാളുടെ മക്കൾ, കരിമൊഴി, ഈ ചെറുപ്പക്കാർക്ക് ഇഷ്ടമല്ല. അതായത് ഫാക്ടേഴ്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ആൻറ്റി കറപ്ഷൻ ഒരു സംഭവം തന്നെയാണ്, ഫെയർ ജസ്റ്റിസ് ഒരു സംഭവം തന്നെയാണ്. ജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ഫെയർ ആയിട്ടുള്ള ജസ്റ്റിസാണ് കൊടുക്കേണ്ടത്. അതിനകത്ത് ഈ ഡൈനാസ്റ്റിയും മണ്ണാങ്കട്ടയൊന്നും വർക്ക് ചെയ്യത്തില്ല. അവിടെ തന്നെയാണ് ഈ TVKയുടെ ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ സ്റ്റാലിൻ്റെ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. പക്ഷേ സ്റ്റാലിനും കുടുംബവും ഈ പറയുന്ന ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറായില്ല. അതും സ്റ്റാലിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. ഇതോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തമിഴ്നാട്ടിലുണ്ടായേക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ചെറിയ മാറ്റമല്ല. MGR-നേക്കാളും വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. MGR മറ്റ് പല ഘടകകക്ഷികളുമായിട്ട് നിന്ന് മാറ്റം ഉണ്ടാക്കിയത്. പക്ഷേ ഈ TVK വിജയ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ നേട്ടം കൊയ്തത്. ആ നേട്ടം തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതിനെപ്പറ്റി പൊളിറ്റിക്കൽ സ്റ്റഡി ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തമിഴ്നാടിൻ്റെ സോഷ്യോ എക്കണോമിക് സംഭവം എന്ന് പറയുന്നത് അതിലുണ്ടാക്കിയ മാറ്റമാണ്. വിജയ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇത്രമാത്രം ശക്തമായിട്ട് കയറി വന്ന്. ഒരു കാര്യം കൂടെ പറയാം, കേജ്രിവാൾ ആദ്യം ഡൽഹി മത്സരിച്ച് കഴിയുമ്പോൾ ചെറിയ സീറ്റേ ലഭിച്ചുള്ളൂ. അപ്പോൾ അതായത് കേജ്രിവാളിനേക്കാളും വലിയ രീതിയിലുള്ള തുടക്കമാണ് വിജയ് കുറിച്ചിരിക്കുന്നത്. ആ തുടക്കമെന്ന് പറയുന്നത് വലിയ മാറ്റമാണ് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരാനുള്ള ദിവസം ഉണ്ടാകാൻ പോകുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളും ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പ്രോ ക്രിസ്ത്യൻ ആ രീതിയിൽ പോവുകയാണെങ്കിൽ പല സ്റ്റേറ്റുകളും പലയിടത്തും പല പൊളിറ്റിക്കൽ പാർട്ടിക്കും ജയിക്കാൻ സാധിക്കും. പല ആൾക്കാർ രാഷ്ട്രീയത്തിൽ വരാൻ സാധ്യതയുണ്ടാകും. അത് എമേർജ് ചെയ്യുന്നത് വലിയൊരു ശക്തിയായിട്ട് മാറുമെന്ന് വിജയ് തമിഴ്നാട് പൊളിറ്റിക്സിൽ കാണിച്ചു കൊടുത്തു.